എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിലെ വളരെ രസകരമായൊരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അദൃശ്യമായതിനെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രവിധിയെക്കുറിച്ച്. അപ്പോ നമുക്ക് ഒരു ചോദ്യത്തോടെ തുടങ്ങാം അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒന്നിനെ നിങ്ങളെങ്ങനെ കാണും? ഇതൊരു കുസൃതി ചോദ്യം പോലെയുണ്ടല്ലേ? പക്ഷെ സത്യത്തിൽ ന്യൂക്ലിയർ ഫിസിക്സിലെ ശാസ്ത്രജ്ഞർ എന്നും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. അതായത് പ്രശ്നം ഇത്രയുള്ളൂ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങൾ കൊണ്ടാണല്ലോ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കതൊന്നും വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്തു ചെയ്യും? അതിനെ കണ്ടെത്താൻ നമുക്ക് ചില പ്രത്യേക ഉപകരണങ്ങൾ വേണ്ടിവരും. അപ്പോ ശാസ്ത്രജ്ഞരൊരു കിടിലൻ ഐഡിയയുമായി വന്നു. നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ, അത് പോയ വഴി കണ്ടുപിടിച്ചാൽ പോരെ? സംഭവം സിമ്പിളാണ്. നമ്മൾ മഞ്ഞിലൂടെ നടന്ന ഒരാളെ കാണുന്നില്ലെങ്കിലും അയാളുടെ കാൽപ്പാടുകൾ കണ്ടാൽ അയാൾ പോയ വഴി മനസ്സിലാകില്ലേ? അല്ലെങ്കിൽ ആകാശത്തൂടെ ഒരു ജെറ്റ് വിമാനം പോകുമ്പോഴുണ്ടാവുന്ന ആ വെളുത്ത വര, അത് കണ്ടാൽ വിമാനം പോയെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ. കണ്ടോ, ഇതാണ് സയൻസിന്റെ ഒരു ഭംഗി. ആ കണികയെ തന്നെ പിടിക്കാൻ നോക്കുന്നതിന് പകരം അത് പോകുമ്പോഴുണ്ടാക്കുന്ന അടയാളങ്ങൾ, ആ പാത നമ്മളങ്ങ് കണ്ടുപിടിക്കും. വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണിത്, അല്ലേ? അപ്പോ ഈ കണികകളുടെ പാത കാണിച്ചു തരുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്കൊരു ഫാമിലി ആയിട്ട് കാണാം. ഇതിനെ പറയുന്നൊരു പേരുണ്ട്, ട്രാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ഡിറ്റക്ടറുകൾ എന്ന്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അല്ലേ? കണികകളുടെ ട്രാക്ക് അഥവാ പാത നമുക്ക് കാണിച്ചു തരുന്നവ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ പ്രധാന താരം ഈ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമാണ്. ഈ ഫാമിലിയിൽ വേറെയും ആളുകളുണ്ട് കേട്ടോ. വിൽസൺ ക്ലൗഡ് ചേംബർ, സ്പാർക്ക് ചേംബർ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, അങ്ങനെ കുറേ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹീറോ ബബിൾ ചേംബർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബബിൾ ചേംബർ. അപ്പോൾ എന്താണ് ഈ ബബിൾ ചേംബർ? സംഭവം സിമ്പിളായി പറയാം. നല്ല ചൂടായി തിളയ്ക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ദ്രാവകം സങ്കൽപ്പിക്കുക. അതിലൂടെ ചാർജുള്ള ഒരു കുഞ്ഞൻ കണം റോക്കറ്റ് വേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ അത് പോകുന്ന വഴിക്ക് പിന്നാലെ ഒരുപാട് കുമിളകൾ, അതായത് ബബിൾസ് ഉണ്ടാകും. ഈ ബബിൾസ് ഉണ്ടാക്കുന്ന ആ പാതയുടെ ഒരു ഫോട്ടോ അങ്ങെടുക്കും. അത്രയുള്ളൂ. ആ ഫോട്ടോ നോക്കിയാൽ നമുക്ക് ആ കണം പോയ വഴി കൃത്യമായി കാണാൻ പറ്റും. ഇങ്ങനെ ബബിൾസ് വെച്ച് ട്രാക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ട്രാക്ക് വിഷ്വൽ ഡിറ്റക്ടർ എന്ന് വിളിക്കുന്നത്. ഓർമ്മയില്ലേ നേരത്തെ പറഞ്ഞ ആ ഫാമിലി? അതെ, ഇത് കണികയെ നേരിട്ടല്ല കാണിക്കുന്നത്, പകരം അതുണ്ടാക്കുന്ന കുമിളകളുടെ പാതയാണ് നമുക്ക് മുന്നിൽ തെളിയിച്ചു തരുന്നത്. പക്ഷേ ഒരു സംശയം തോന്നുന്നില്ലേ? ഇത്രയൊക്കെ കഴിവുകളുള്ള ഈ ബബിൾ ചേംബർ ഒരു പെർഫെക്റ്റ് ഉപകരണമാണോ? ഒരു കുഴപ്പവുമില്ലാത്ത ഒന്നാണോ? ഹേയ്, അങ്ങനെയല്ല. ഇവിടെയാണ് കഥ ശരിക്കും രസകരമായി തുടങ്ങുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പം നമ്മളിതിൻ്റെ പരിമിതികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ലോകത്തിലെ എത്ര വലിയ കണ്ടുപിടുത്തമായാലും അതിന് അതിൻ്റേതായ ചില പരിമിതികളുണ്ടാകും. സയൻസിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു ഉപകരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നു മനസ്സിലാക്കുന്നതും. അപ്പോൾ കാര്യത്തിൻ്റെ കാതൽ ഇതാണ്. ബബിൾ ചേംബർ ഒരു കിഡിലൻ ട്രാക്ക് വിഷ്വൽ ഡിറ്റക്ടറൊക്കെ തന്നെയാണ്. പക്ഷെ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോ എടുക്കാൻ റെഡിയാകാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും തുടർച്ചയായി പകർത്താൻ ഇതിന് കഴിയില്ല. അതൊരു വലിയ പരിമിതിയാണല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ഈ പരിമിതികളൊക്കെ എന്തിനാ ഇങ്ങനെ പഠിക്കുന്നതെന്ന്. അതിനൊരു കാരണമുണ്ട്. ഒരു ഉപകരണത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് അതിനേക്കാൾ മികച്ച അടുത്തൊരെണ്ണം ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമാകുന്നത്. അങ്ങനെയാണ് സയൻസ് മുന്നോട്ടു പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഒരു പരിമിതി എന്ന് നമ്മൾ പറയുന്ന കാര്യം അടുത്ത വലിയ കണ്ടുപിടുത്തത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറുകയാണെങ്കിൽ അതിനെ നമുക്ക് ശരിക്കും ഒരു കുറവെന്ന് വിളിക്കാൻ പറ്റുമോ? അതോ ഈ മുന്നോട്ടുള്ള യാത്രയിലെ ഒഴിവാക്കാനാവാത്തൊരു ഭാഗമാണോ അത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു.